ഹലോ ചങ്കളെ, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞങ്ങൾ ഇന്നൊരു സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ്. യെസ്, അതായത് നമ്മുടെ പെങ്ങളുടെ പേരക്കുട്ടി, അതായത് മകളുടെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അവിടെ ബാക്കിൽ സൈക്കിളൊക്കെ ഉണ്ട്. ഒരു സൈക്കിളും നല്ല വാൻജോൻ്റെ കേക്കൊക്കെ ഉണ്ട്. നിങ്ങളേന്ന് വാങ്ങിയ കേക്ക് അതെ, സത്യം പറഞ്ഞാൽ ഞങ്ങൾ ബർത്ത്ഡേക്ക് വിളിച്ചിട്ട് പോലുമില്ല. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ എല്ലാ കൊല്ലം വിളിക്കുന്നതാണ് കുഞ്ഞോളും റഷീദലിനൊക്കെ, റഹമത്തും ഹൈദറും ഒക്കെ. പക്ഷേ ഹൈദരലിയും ഇവരൊക്കെ നമ്മളെ പ്രാവശ്യം വിളിച്ചില്ല. അപ്പോൾ അതിന് നമ്മൾ പകരം വീട്ടണ്ടേ, ചില്ലറ പകരം വീട്ടിലില്ല. അപ്പോൾ പ്രാവശ്യം ഞങ്ങൾ ബർത്ത്ഡേക്ക് വിളിക്കുകയും ചെയ്തില്ല. ഞങ്ങളെ അവോയ്ഡ് ഇതിൽ ഭയങ്കര വിഷമം. അപ്പോൾ ഞങ്ങൾ മുണ്ടാതെ ഏകദേശം 1 മണി കഴിഞ്ഞു. മുണ്ടാതെ സർപ്രൈസാണ്, ഞെട്ടിക്കുകയാണ്. സൈക്കിളും വാങ്ങിച്ചിട്ടുണ്ട്, കേക്കും വാങ്ങി. അപ്പോൾ നമ്മൾ നേരെ പോകുന്നു. പ്ലാൻ അങ്ങനെയൊക്കെ നേരെ പോയിട്ട് നമ്മൾ വണ്ടിയിലിട്ടിട്ട് ഇങ്ങനെ അതൊക്കെ സർപ്രൈസാണ്. അപ്പോൾ ബാക്കി സർപ്രൈസ് വിജയിക്കും വലിയ പൊളിയൊന്നും അറിയില്ല. യെസ്, അപ്പോൾ അവിടെ പോയിട്ട് എങ്ങനെ എന്താ ലെവലൊന്നും അറിയില്ല. ഞങ്ങൾ സർപ്രൈസ് ആയിട്ടാണ് ചെല്ലുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബർത്ത്ഡേ വീടെത്തി ഈ സർപ്രൈസ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അബ്ബാനൊന്ന് സർപ്രൈസ് കൊടുക്കല്ലേ? റെഡിയല്ലേ? അബ്ബാനു ഇവിടെ നോക്ക്, ബർത്ത്ഡേ പോയി എനിക്ക് മുട്ടായി വാസിലാടോ എടുത്തിട്ട് വാ. അല്ലേ അബ്ബാനെ പിടിക്ക്. സർപ്രൈസ് നോക്കരുത്, കടുവ് എങ്ങനെയുണ്ട്? സന്തോഷായോ? എങ്ങനെയുണ്ട് അബ്ബാനു? പൊളിച്ചോ? എന്നാ ഇറങ്ങി നോക്കിയോക്ക്. ആക്കി കൊടുത്ത ബസ്സിലായി നടക്ക്. സങ്കടം വരെ സന്തോഷം വരെ എന്തൊക്കെ ഉണ്ട്. കേറിയിരിക്കാ പാനോ? കേറ് നോക്കിയോക്ക്. ആ കേക്ക് കേറിയിരിക്കാ പാനോ? എന്തിനാ കടീന്? കേക്ക് കൊടുക്ക്. അളിയതൊക്കെ അറിയണു മോളെ. ആനന്ദ കണ്ണീര് അളിയ. മെല്ലെ ആ ചവിട്ടി ഇങ്ങോട്ട് അളിയ കാര്യ അറിയില്ല. എന്തിനാ കാര്യ അവക്ക് അറിയില്ല. അല്ലേ ജൂട്ടർ ബർത്ത്ഡേ കഴിക്കുന്നില്ല വിചാരിച്ചതാ. ഇത്രയും സന്തോഷമായിരുന്നു, പിന്നെ സങ്കടം വരൂലേ? അങ്ങനെ ഫാത്തിമ ഗിഫ്റ്റ് കൈമാറുകയാണ്. ആ കൊടുക്കുക അബാനെ. താങ്ക് യു പറയും അബാന് പറയും താങ്ക് യു എന്ന്. അപ്പോൾ ബർത്ത്ഡേ സ്പെഷ്യല് ചിക്കൻ ബിരിയാണി ഉണ്ട്, പായസം ഉണ്ട്. ഇല്ല അങ്ങനെ സർപ്രൈസ്. ഞങ്ങൾ പ്രതീക്ഷിക്കാത്തവരുണ്ടോ? അബാനക്ക് കിട്ടുന്നതിൽ ഏറ്റവും വലിയ സർപ്രൈസ്. താങ്ക് യു. അബാന്റെ ബർത്ത്ഡേ ആയിട്ട് സെറ്റ് ചെയ്തോ? ഫസ്ല സെറ്റ് ചെയ്തോ? എന്നിട്ട് അബാനെവിടെ? കഴിഞ്ഞോ? ഓക്കെ, റെഡി. അബാന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇനി കേക്ക് മുറിക്കല് വാ. അടിപൊളി പൊളിച്ച്. അപ്പൊ അബാന്റെ ബർത്ത്ഡേ അബാന്റെ മുറിക്കൂ. ഹാപ്പി ബർത്ത്ഡേ ടു യു.
Happy birthday to you. Happy birthday to you. Happy birthday dear Baba. പോണ വഴിക്ക് പാസിലേക്ക് കരിമ്പി ജ്യൂസ് എടുക്കുമ്പോൾ അങ്ങനെ കരിമ്പി ജ്യൂസ് കുടിച്ചിട്ട് ഇതാ തൊടു കൂടെ നടന്ന് തരയണം. അല്ല മോളെ എന്താ ചി തരീണ്? നോക്കട്ടെ കണ്ണി മാങ്ങ കവറിലത്തെ കണ്ണി മാങ്ങ പൊറുക്കതാ റോഡ് സൈഡത്തെ മൂച്ചിമന്നേ റോഡ് സൈഡത്തെ മൂച്ചിമന്ന് കണ്ണി മാങ്ങ പൊറുക്കാതെ മതിയോ? 1/2 കിലോനായോ? 1 കിലോ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഞങ്ങൾ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു വൈകുന്നേരത്ത് എത്തി. ഇനി രാത്രി ഫുഡ് കഴിക്കാൻ പോവാണ്. എന്നും രാത്രി ചപ്പാത്തി ഉണ്ടാവല്. ഞാനിക്ക് ഭക്ഷണം വേണ്ടാണ്. ഞങ്ങൾക്ക് നാസിക്കാപ്പാട് പിന്നെ അതേപോലെ നമ്മുടെ കല്ലായിപ്പാലം മുന്നേറ്റം രാജുക്കാർ നാസർ ദിവാനിയയുടെ ഒരു ബേക്കറി ഉദ്ഘാടനം ഗാനമേളയൊക്കെ അങ്ങോട്ട് പോയിക്കായിരുന്നു. അവിടുന്ന് അൽഫാമും മന്തിയും പൊറാട്ടയും ബിരിയാണിയൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ വന്നു. എന്താ കാരണം അറിയാം? എന്നും ഇവിടെ ചപ്പാത്തി രാത്രി ഉണ്ടാവല്. അപ്പം ഇന്ന് ചപ്പാത്തി അല്ല ചപ്പാത്തി അല്ല. കാരണം എന്താ പറയുക? ഞങ്ങൾ വീഡിയോയിൽ കണ്ടില്ലേ, പോയി വരുമ്പോൾ ഇവിടെ കുറേ പൊറുക്കിയിരുന്നു. കണ്ണിമാങ്ങ പൊറുക്കില്ലേ, ഇങ്ങനെ അടുക്കളയിൽ പോകുമ്പോൾ ഇങ്ങനെ നോക്കി ചിരിക്കുക. പിന്നെ അത് അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നത് മോശമല്ലേ? അപ്പോൾ വിചാരിച്ചു ഇന്ന് നല്ല കണ്ണിമാങ്ങ ചമ്മന്തി, ചൂട് കഞ്ഞിയും മാങ്ങയും ചീനമുളകും നല്ല കാന്താരി മുളകും ഉപ്പും ചതച്ചത്, നമ്മൾ ഉപ്പും മാങ്ങയും മുളകും വെളിച്ചെണ്ണ ഉപ്പ് തിരുമ്പിയത് അതൊക്കെ കഴിക്കാൻ വിചാരിച്ചു. ഇതിന് മുമ്പിലൊന്നും ചപ്പാത്തി ഒന്നും അല്ലല്ലോ. അതെ, കഞ്ഞി കണ്ടോ? ഉച്ചക്ക് നല്ല അസൽ ബിരിയാണി ആയിരുന്നു. നമ്മുടെ കുഞ്ഞോളാത്തി അളിയാനാണ് വെച്ച് സൂപ്പർ നമ്മുടെ കല്യാണ ബിരിയാണി ഒക്കെ പോലെ ഉണ്ടാകും. നമ്മൾ കണ്ടില്ല വീഡിയോ സാറ് ബിരിയാണി. അപ്പോൾ ഞാൻ അവിടെ നിന്ന് അൽഫാമും ബ്രോസ്റ്റോടും മന്തിയും പൊറാട്ടയും തിന്നാൻ വന്നതാണ്. കഞ്ഞിയും മാങ്ങ ചമ്മന്തിയും തിന്നാൻ കുടിച്ചോട്ടെ. കഞ്ഞി അടിപൊളി, പൊടി കഞ്ഞി മാങ്ങ ചമ്മന്തി. ഓ അസൽ കണ്ണിമാങ്ങ കേട്ടോ. നല്ല എരിയുണ്ട്. തണുത്ത വെള്ളം ഇപ്പോൾ സ്റ്റോക്ക് വെച്ച് കൊപ്പം കുടിക്കാൻ. ചമ്മന്തി പൊളിച്ചു. മാങ്ങ നോക്കട്ടെ. മാങ്ങയിൽ ഉപ്പും മുളകും വെളിച്ചെണ്ണയും വെള്ളം ഗ്രേവി പോലെ. മാങ്ങ അസൽ പിടിപിടിക്കണം. ബിരിയാണിയുടെ ഹാങ് ഓവറൊക്കെ ഒന്ന് മാറ്റാം. രക്ഷയില്ല. ഒരുപാട് ആൾക്കാർ ഇടത് കൈ കൊണ്ടാണ് കുടിക്കുന്നത് ചോദിക്കും. ഇടത് കൈയല്ല, ഇത് വലത് കൈയാണ്. ഇത് ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ടാണ് എല്ലാവരും കമൻറ്റ് ഇടുക, നിങ്ങളെന്താ ഇടത് കൈ കൊണ്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് പറഞ്ഞിട്ടോ. ഇത് വലത് കൈയാണ്, ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ടാണ് ഇടതായി തോന്നുന്നത്. ഓക്കെ, ഞങ്ങളിതൊന്ന് ആസ്വദിച്ച് കുടിക്കട്ടെ. ചമ്മന്തി കൂട്ടിട്ടേ. അപ്പോൾ ഓക്കെ, ആദ്യമായിട്ട് വീഡിയോ കണ്ടുവെച്ചാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ. ഓക്കെ, താങ്ക് യു.